മുണ്ടക്കൈ ചൂരൽമല മഹാദുരിതം നടന്ന് 2 വർഷം പൂർത്തിയാകും മുൻപേ അതിജീവിച്ച മനുഷ്യർക്ക് കയറിക്കിടക്കാൻ എൽട്ടൺ എസ്റ്റേറ്റിലെ വീടുകൾ ഒരുക്കം പൂർത്തിയാക്കുന്നു. അടുത്ത മഴയ്ക്ക് മുൻപ് സ്വന്തം വീടുകളിൽ ചായുറങ്ങാമെന്ന പ്രതീക്ഷയിലാണ് 178 കുടുംബങ്ങൾ. കേരള സർക്കാരിന്റെ മാതൃകാ ടൗൺഷിപ്പിൽ ഇനി അവശേഷിക്കുന്നത് ഫിനിഷിംഗ് വർക്ക് മാത്രമെന്ന് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു. 178 വീടുകളിൽ പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഫിനിഷിംഗ് ആണ് നടന്നുകൊടുക്കുന്നത്. അപ്പോൾ അതായത് ക്ലീനിങ് വർക്കുകൾ, ഉള്ളിലുള്ള ക്ലീനിങ്ങുകൾ, ഫ്രണ്ടിലുള്ള കോമ്പൗണ്ട് വാള്, ആ ഒരു വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഏകദേശം ഫിനിഷ് തന്നെ പറയാം. പിന്നെ വരുന്നത് KSEBിൻ്റെ വർക്കാണ്. KSEBിൻ്റെ അണ്ടർഗ്രൗണ്ട് കേബിൾ ഒരു 20 വീടിൻ്റെ മാത്രം വർക്ക് പ്രോഗ്രസിങ്ങിലാണ്. അതിപ്പം നാളെ മറ്റന്നാളുണ്ട്, അതിപ്പം കംപ്ലീറ്റ് ആവും. ടൗൺഷിപ്പിലെ വീടുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം പൂർത്തിയായി. ജലവിതരണ സൗകര്യവും മലിനജല സംസ്കരണ പ്ലാന്റും തയ്യാറാണ്. എൽട്ടൺ എസ്റ്റേറ്റിലെ ടൗൺഷിപ്പിന്റെ ആദ്യഘട്ടം മാർച്ച് 1 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തിരുന്നെങ്കിലും അന്ന് നിർമ്മാണം പൂർത്തിയായിരുന്നില്ല. 2024 ജൂലൈ 30 നടന്ന ഉരുൾപൊട്ടലിനെ തുടർന്ന് സർവ്വവും നഷ്ടപ്പെട്ട് വാടക വീടുകളിലും താൽക്കാലിക ഷെൽട്ടറുകളിലും താമസിക്കുന്ന കുടുംബങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അവരുടെ വീടുകൾ താമസയോഗ്യമാം വിധം ഒരുക്കി നൽകുമെന്നാണ് അധികാരികൾ അറിയിക്കുന്നത്.